നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട് ഷെഫ് സാറിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. ചെമ്മീൻ കറിയായിട്ട് എടുക്കാം, റോസ്റ്റായിട്ട് എടുക്കാം, അങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്തെടുത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഒരു 5-6 മിനിറ്റ് വയ്ക്കുക കേട്ടോ. മാഗ്നേറ്റ് എടുത്തിട്ട് സൈഡിലേക്ക് വയ്ക്കുക. പിന്നെ അതിന് ശേഷം നമുക്കൊരു പാൻ എടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, അതേപോലത്തെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ നമുക്കിതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടെടുത്താൽ അടിപൊളി നമുക്ക് ഗ്രേവിൻ്റെ കൂടിയിട്ട് കഴിക്കാൻ പറ്റിയ ടൈപ്പിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ ചെമ്മീനെ ഇതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചെമ്മീൻ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുമല്ലോ കേട്ടോ. 3 മിനിറ്റ് മതിയേ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. കണ്ടാൽ നമ്മൾ ചെമ്മീനൊക്കെ ഫ്രൈ ആവണമെന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ട് കേട്ടോ, ഫ്ലെയിം കൂട്ടിയിട്ടില്ല. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഞാൻ പാലായിട്ട് എടുക്കണമെന്നില്ല, ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. ഒരു 1/4 ഗ്ലാസ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലുണ്ട് ഞാൻ കുറച്ച് പാലായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ മാറ്റണമെന്നുണ്ട്. പിന്നെ നമുക്കിത് 2 ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് അത് ഞാനിപ്പോൾ വീഡിയോയിൽ പറയാമേ. ഇത് ഞാനിപ്പോൾ തിക്ക് ഗ്രേവി ആയിട്ട് ഫ്രൈ ആക്കില്ല നമ്മൾ ചെമ്മീൻ, അങ്ങനെ ആക്കിയിട്ടാണ് എടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ 1 ഗ്ലാസ് നാളികേരപ്പാൽ എടുക്കാം. ഒരു കട്ടിയുള്ള പകുതി ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക. അതേപോലത്തെ പകുതി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സെമി ഗ്രേവി ടൈപ്പിൽ എടുക്കാൻ പറ്റും. ഇങ്ങനെ ഞാനിപ്പോൾ ഡ്രൈ ഫ്രൈ ആയിട്ടാണ് എടുക്കണമെന്നുണ്ട് കേട്ടോ ചെമ്മീൻ. പിന്നെ ആ നാളികേരത്തിനുള്ളിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുള്ള ചെമ്മീനും നോക്കണം കേട്ടോ, മറക്കല്ലേ. ഇനി നമുക്ക് ഈ ചെമ്മീൻ മുന്നോട്ട് ഒരു സൈഡിലേക്ക് ആക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും പിന്നെ അതേപോലത്തെ വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ആദ്യം തന്നെ കണ്ട ഇങ്ങനെ ആയ സമയത്ത് ഒരു സൈഡിലേക്ക് ആക്കി കൊടുത്ത ശേഷം നമ്മൾ ഇഞ്ചിയും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നാളികേരത്തിൻ്റെ പേസ്റ്റില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ട്. ഞാനിപ്പോൾ പേസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ട് കേട്ടോ. ഞാൻ പാലായിട്ടല്ല, പേസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കോ നമ്മൾ കറിയായിട്ട് കൂട്ടണമെങ്കിൽ നാളികേരപ്പാൽ എടുത്താൽ മതി കേട്ടോ. നാളികേരപ്പാൽ ഒരു പകുതി ഗ്ലാസ് കട്ടിയുള്ള പാലെടുക്കുക. പിന്നെ പകുതി ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ. ചപ്പാത്തിയും അപ്പം ഇടിയപ്പം എൻ്റെ കൂടെ അതിൽ കഴിക്കാം കേട്ടോ. പിന്നെ ഞാനിത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റിൻ്റെ, മിസ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.
സിമ്പിൾ റെസിപ്പിയാണ്, അതേപോലത്തെ പൊള്ളി ടേസ്റ്റ് കേട്ടോ. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഇവിടെ സാമ്പാറുണ്ട്. 2-3 മിനിറ്റിന് ശേഷം ഇതിന് കളർ ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ കേട്ടോ.